പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 7ാമത്തെ പാഠം വരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 8ാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ പാഠം കൂടി നിങ്ങൾക്ക് എന്തായാലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ 8ാമത്തെ പാഠം ഒന്ന് നോക്കാം. 7 വരെയുള്ള പാഠങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നല്ലോണം പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ 8ാമത്തെ പാഠത്തിൽ എന്താണെന്ന്. രാരാജ്യമാനം ധ്രുവതാരകം എന്നാണ്. രാജ്യമാനം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, രാരാജ്യമാനം എന്ന് പറഞ്ഞാൽ അത്യധികം ശോഭിക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന, ജ്വലിച്ചു നിൽക്കുന്ന എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ധ്രുവതാരകം, ധ്രുവ നക്ഷത്രം, വെട്ടിത്തിളങ്ങുന്ന ധ്രുവ നക്ഷത്രം. ധ്രുവ നക്ഷത്രത്തിന് അല്ലെങ്കിലേ നല്ല വെളിച്ചമുണ്ട്. പോരാത്തതിന് ഈ ധ്രുവ നക്ഷത്രം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണ്? ആ ധ്രുവ നക്ഷത്രം വെട്ടിത്തിളങ്ങുന്നതായിരുന്നു. അതാണ് രാരാജ്യമാനം ധ്രുവതാരകം എന്നുള്ളതിൻ്റെ അർത്ഥം. ചിത്രത്തിൽ 3 പേരുടെ പടം കൊടുത്തിട്ടുണ്ട്. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെയും സത്യേന്ദ്ര ചന്ദ്രവർദ്ധൻ, അതുപോലെ ഭൗജ സിംഗ്, അങ്ങനെ 3 പേരുടെയും ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രവേശകത്തിലേക്ക് കിടക്കുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവും. പ്രവേശകം. വക്കം അബ്ദുൾ ഖാദർ വര്യസ്യ ചിത്രാങ്കിതായാഹ പത്രമുദ്രായാഹ ചിത്രം പശ്യതു. വക്കം അബ്ദുൾ ഖാദർ വര്യസ്യ എന്ന് പറഞ്ഞാൽ വക്കം അബ്ദുൾ ഖാദർ എന്ന ശ്രേഷ്ഠനായ വ്യക്തിയുടെ, വര്യഹ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ എന്നാണ്. ഗുരുവര്യഹ എന്ന് പറഞ്ഞാൽ ഗുരുശ്രേഷ്ഠൻ എന്ന്, അതുപോലെ വര്യഹ എന്നുള്ള വാക്കിന് ശ്രേഷ്ഠനായ വ്യക്തി എന്നാണ്. വക്കം അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ വ്യക്തിയുടെ ചിത്രാങ്കിതാഹ, ചിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള, ചിത്രം പ്രിന്റ് ചെയ്തിട്ടുള്ള, പത്രമുദ്രായാഹ, പത്രം എന്ന് പറഞ്ഞാൽ എഴുത്തുന്നാണ്, അതിലെ മുദ്ര എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ്, പോസ്റ്റേജ് സ്റ്റാമ്പ്. പോസ്റ്റേജ് സ്റ്റാമ്പിൽ ഇങ്ങനെ മഹാന്മാരായിട്ടുള്ള പലരുടെയും ചിത്രങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അതിൽ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ചിത്രം പശ്യതു, പശ്യതു എന്ന് പറഞ്ഞാൽ കാണൂ, നോക്കൂ എന്നൊക്കെയാണ്. കാണൂ, ലോട്ട് ലകാരത്തിലാണ് ആ ക്രിയാപദം. ഗച്ഛതു, പോകൂ, ഓർഡറാണ്, ഓർഡർ ചെയ്യുന്ന ഇതാണ് ഈ ലകാരത്തിൻ്റെ സ്വഭാവം. ഗച്ഛതു എന്ന് പറഞ്ഞാൽ പോകൂ, പഠതു എന്ന് പറഞ്ഞാൽ പഠിക്കൂ, ലിഖതു എന്ന് പറഞ്ഞാൽ എഴുതൂ, വദതു എന്ന് പറഞ്ഞാൽ പറയൂ, ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കുക. അപ്പോൾ പശ്യതു എന്ന് പറഞ്ഞാൽ കാണൂ. ചിത്രേ കേ കേ സന്ധി, ചിത്രത്തിൽ കേ കേ സന്ധി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണുള്ളത്. തേ കസ്മിൻ മണ്ഡലേ പ്രസിദ്ധാഹ, അവരേത് മേഖലയിലാണ് അവർ പ്രശസ്തരായിരുന്നത്. അസ്മിൻ കേരളീയ കഹ, ഈ ചിത്രത്തിൽ കേരളീയൻ ആരാണ്. സ്വാതന്ത്ര്യ സമര സേനാനീഹി തേഷാം പ്രവർത്തനാനി ച അധികൃത്യ, സ്വാതന്ത്ര്യ സമര സേനാനികളെയും തേഷാം പ്രവർത്തനാനി, അവരുടെ പ്രവർത്തനങ്ങളെയും അധികൃത്യ, കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച്, ഭവന്തഹ കിം കിം ജാനന്തി, നിങ്ങൾക്ക് എന്തെന്തൊക്കെ അറിയാം, ഭവാന്മാർ എന്തെന്തൊക്കെ അറിയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? നിങ്ങൾ സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തിൽ ധാരാളം ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഗാന്ധിജിക്ക് സഹായികളായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെക്കുറിച്ച് ബാലഗംഗാധര തിലകൻ, രാജാറാം മോഹൻ റോയ്, അങ്ങനെ ഒരുപാട് പേരെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭഗത് സിംഗ് 30 വയസ്സാവുന്നതിന് മുമ്പ് തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ് ഭഗത് സിംഗ്. അപ്പോൾ അതുപോലെ ഭഗത് സിംഗിനെ പോലുള്ള ധീര ദേശാഭിമാനികളായ അനേകം പേരുടെ കഥകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ധീരദേശാഭിമാനികളായവരെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഇനി ആമുഖത്തിലേക്ക് കിടക്കാം. ഭാരതം ധർമ്മനിരപേക്ഷം രാഷ്ട്രം ഭവതി, ഭാരതം ധർമ്മനിരപേക്ഷമായ, മതനിരപേക്ഷമായ രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും പ്രത്യേകം പ്രാധാന്യമില്ലാതെ എല്ലാ മതങ്ങളും തുല്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം. ധർമ്മനിരപേക്ഷം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷം എന്നാണ്. ധർമ്മ എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ, മലയാളം എന്നാണ്, മതം എന്നാണ് അർത്ഥം. മലയാളത്തിൽ നമ്മൾ മതം എന്ന് പറയുന്നതിനാണ് സംസ്കൃതത്തിൽ ധർമ്മ എന്ന് പറയുന്നത്. പിന്നെ ധർമ്മ എന്ന് വേറെയും പറയുന്നുണ്ടല്ലോ, സ്വധർമ്മം, സ്വന്തം കർത്തവ്യം എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ധർമ്മനിരപേക്ഷം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷമായ എന്നാണ് അർത്ഥം.
മതം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നതെങ്കിൽ അഭിപ്രായം എന്നാണ്. അത് ഞാൻ മുമ്പത്തെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചപ്പോഴൊക്കെ ഞാൻ അഭിപ്രായം നിങ്ങളോട് ആ അർത്ഥമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായ എന്നാണ്. മതം എന്ന് നമുക്ക് ഉദ്ദേശിച്ച് സംസ്കൃതം എഴുതണമെങ്കിൽ ധർമ്മ എന്നാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധർമ്മനിരപേക്ഷം രാഷ്ട്രം ഭവതി എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷമായൊരു രാജ്യമാണ് ഭാരതം. ഭരണഘടനായ അന്തർഹിതേഷു മൂല്യേഷു, ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൂല്യേഷു മൂല്യങ്ങളിൽ ധർമ്മനിരപേക്ഷതായ മതനിരപേക്ഷതയ്ക്ക് അതീവ പ്രാധാന്യമസ്തി, വളരെയേറെ പ്രാധാന്യമുണ്ട്. മതനിരപേക്ഷത എന്നുള്ള ഭാരതത്തിൻ്റെ ആദർശം ഭരണഘടനയിൽ ഉള്ളത് തന്നെയാണെന്നർത്ഥം. സർവേ സ്വാതന്ത്ര്യ സമര സേനാനിനഃ, സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള സർവേ എല്ലാവരും ധർമ്മഭേദം വിന, മതഭേദം കൂടാതെ, അതായത് ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഉള്ള ചിന്താഗതി കൂടാതെ, സിഖുകാരനെന്നോ ബൗദ്ധനെന്നൊക്കെയുള്ള ചിന്താഗതി കൂടാതെ, അതാണ് ധർമ്മഭേദം വിന സ്വാതന്ത്ര്യമിതി ഏകലക്ഷ്യായ, സ്വാതന്ത്ര്യമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി, ഏകലക്ഷ്യായ ചതുർത്ഥി വിഭക്തിയാണ്, വൃക്ഷായ രാമായ എന്നൊക്കെ പറയുന്ന പോലെ ഏകലക്ഷ്യത്തിനു വേണ്ടി യത്നം കൃതവന്തഹാസൻ, പരിശ്രമം ചെയ്തവരായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളായ എല്ലാവരും മതനിരപേക്ഷമായിട്ടാണ്, അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിച്ചത്. മാനവരാശിക്ക് മുഴുവനും വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ പ്രവർത്തിച്ചതെന്നർത്ഥം. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. യത്നം കൃതവന്തഹ, കൃതവന്തഹ എന്ന് പറഞ്ഞാൽ ചെയ്തവർ, പഠിതവന്തഹ എന്ന് പറഞ്ഞാൽ പഠിച്ചവർ, ഗതവന്തഹ എന്ന് പറഞ്ഞാൽ പോയവർ. കൃതവതു പ്രത്യയം കൊണ്ടുണ്ടാകുന്ന രൂപമാണതൊക്കെ. തേഷു പ്രമുഖം ഏകം കേരളീയം ഉജ്ജ്വല നേതാരം അസ്മിൻ പാഠഭാഗി പരിണമഃ. തേഷു എന്ന് പറഞ്ഞാൽ അവരിൽ, ആരിൽ? സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകളിൽ പ്രമുഖം ഏകം, പ്രമുഖനായ ഒരു, കേരളീയം കേരളീയനായ, ഉജ്ജ്വല നേതാരം ഉജ്ജ്വലനായൊരു നേതാവിനെ അസ്മിൻ പാഠഭാഗി പരിചിനുമഹ, ഈ പാഠഭാഗത്ത് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതൊരു കത്താണ് കേട്ടോ. കത്ത് ആരെഴുതിയതാന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കത്ത് ആദ്യം വായിക്കാം. ഐ മിത്ര, അല്ലയോ സുഹൃത്തെ എന്നാണ് അതിൻ്റെ അർത്ഥം. മമ ജീവത്യാഗ, എൻ്റെ ജീവത്യാഗം, അതായത് ഞാൻ ജീവൻ ത്യജിക്കുന്നത്, അനേകേഷാം ദേശാഭിമാനിനാം ഉദയായ ഭവിഷ്യതി, അനേകം ദേശാഭിമാനികളുടെ ഉയർച്ചയ്ക്കായി ഭവിക്കും. അതായത് ഞാൻ എൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദേശാഭിമാനികളായ അനേകം പേർക്കത് പ്രയോജനപ്പെടും. അചിരാദേവ, പെട്ടെന്ന് തന്നെ. ചിരാത് എന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ടെന്നാണ്. അചിരാത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ഒട്ടും വൈകാതെ എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ. ഒട്ടും വൈകാതെ സ്വതന്ത്രതായ ശുദ്ധവായും ശ്വസിതും, സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ സർവേഭ്യ അവസരം ലഭേത, എല്ലാവർക്കും അവസരം കിട്ടും. സർവേഭ്യ എല്ലാവർക്കും അവസരം ലഭേത, അവസരം കിട്ടും. വയം സ്വതന്ത്ര ഭാരതസ്യ പൗരാഹ ഭവാമ, നമ്മൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പൗരന്മാരായി തീരും. ഇപ്പൊ തന്നെ ആണെന്നാണ് അതായത് ഉടൻ തന്നെ സംഭവിക്കാൻ പോകണം. അതുകൊണ്ടാണ് ലട്ടിലകാരം അവിടെ ഉപയോഗിച്ചത്. മൈ ദുഃഖിതോ മാ ഭവ, എന്നിൽ ദുഃഖിതനാകാൻ പാടില്ല. അവിടെ ഒരു പ്രത്യേക പ്രയോഗമാണ് മൈ ദുഃഖിതോ, എന്നിൽ ദുഃഖിക്കാൻ പാടില്ല. അതായത് എന്നെ കുറിച്ച് ഓർത്ത് എന്നെ അധികരിച്ചപ്പോൾ സപ്തമി ഭക്തി വേണമെന്നുണ്ട്. അതാണ് മൈ എന്ന്. അസ്മത് ശബ്ദത്തിൻ്റെ സപ്തമി ഏകോചനമാണ് ഈ മൈ എന്നുള്ളത്. എന്നിൽ നിന്നാണ് അർത്ഥം. മൈ ദുഃഖിതോ മാ ഭവ, എന്നിൽ ദുഃഖിക്കരുത്, അതായത് എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. പരാജയ വിജയസ്യ പ്രാരംഭ ഭവതി, പരാജയം വിജയത്തിൻ്റെ തുടക്കമാണ്. അയം ലേഖ, ഈ കത്ത്, നിധനാത് പൂർവം, കൊല്ലപ്പെടുന്നതിന് മുമ്പ്, കൊലയ്ക്ക് മുൻപ്, വക്കം അബ്ദുൽ ഖാദർ മഹാശയേന, വക്കം അബ്ദുൽ ഖാദർ മഹാശയനാൽ സുഹൃതം പ്രതി ലിഖിത ഭവതി, സ്വന്തം സുഹൃത്തിനായിട്ട് എഴുതിയതാണ് ഈ കത്ത്. സുഹൃത്തിന് അയച്ച കത്താണിത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെട്ട് തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്തിന് എഴുതിയ കത്താണിത്. സുഭാഷ് ചന്ദ്രബോസ് വര്യേണ ഭാരത രാഷ്ട്രീയ സൈന്യസ്യ നേതൃദായിത്വം സ്വീകൃതം. സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന മഹാവ്യക്തി, നിങ്ങൾ കേട്ടിട്ടുണ്ട്, സാമൂഹ്യശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്.
ഭാരത രാഷ്ട്രീയ സൈന്യസ്യ, ഭാരത രാഷ്ട്രീയ സൈന്യം ഇന്ത്യൻ നാഷണൽ ആർമി, അതാണ് INA എന്ന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം രൂപീകരിച്ചാണ്, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചതാണ് ആ സംഘടന. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പടപ്പുറപ്പാടിന് വേണ്ടിയിട്ട്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്ന മഹാ വ്യക്തി ഭാരത രാഷ്ട്രീയ സൈന്യസ്യ നേതൃദായിത്വം സ്വീകൃതം, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അവിടെ ഏറ്റെടുത്തു എന്നർത്ഥം. തദാനീം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ രൂപീകരിച്ച് അതിൻ്റെ നേതാവായി. തദാനീം അപ്പോൾ ഖാദർ മലേഷ്യ ദേശേ ഉദ്യോഗം കുറവന്നാസീത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അബ്ദുൽ ഖാദർ മൗലവി അന്ന് മലേഷ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. കുർവന്നാസീത്, കുർവൻ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, പഠൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ, ലിഖൻ എഴുതിക്കൊണ്ടിരിക്കുന്നവൻ, ഗച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള അർത്ഥത്തെ കാണിക്കാനാണ്. അപ്പോൾ അന്ന് മലേഷ്യയിൽ ജോലി ചെയ്യുകയാണ്. അതായത് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച് അതിൻ്റെ നേതാവായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ശോഭിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവി മലേഷ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഉദ്യോഗം തെക്വ, അദ്ദേഹം ഉദ്യോഗം തെക്വ വേണ്ടെന്ന് വെച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട്, ഉപേക്ഷ്യ എന്ന് വേണമെങ്കിൽ അർത്ഥം എഴുതാം, ഉപേക്ഷിച്ചിട്ട്, വിഹായ തെക്വ ത്യജിച്ചിട്ട്, ജോലി വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്താണ് അദ്ദേഹം ഭാരത രാഷ്ട്രീയ സൈന്യസ്യ സംഘേ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഗ്രൂപ്പിൽ അംഗത്വം അവാപ്നോത്, അംഗത്വം നേടി, അവാപ്നോത് പ്രാപിച്ചു, നേതൃത്വത്തെ ഏറ്റെടുത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നൊക്കെയാണ് അർത്ഥം അവാപ്നോത്. സർവേഷു ധർമ്മേഷു വർത്തമാനാഹ, എല്ലാ മതത്തിലും പെട്ട, ദേശാഭിമാന പ്രചോദിതാഹ, ദേശാഭിമാനത്താൽ പ്രചോദിതരായ, ദേശാഭിമാനം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് പ്രേരിതരായിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ഒരുപാട് ആളുകൾ തത്ര ആസൻ അതിലുണ്ടായിരുന്നു. ഇതിൽ INA-യിലുണ്ടായിരുന്നു. സർവേഷു ധർമ്മേഷു വർത്തമാനാഹ, എല്ലാ ധർമ്മങ്ങളിലും വർത്തിച്ചിരുന്ന, നിലകൊണ്ടിരുന്ന, എല്ലാ മതങ്ങളിലും നിലകൊണ്ടിരുന്ന, ഏതു മതമൊന്നും പ്രത്യേകിച്ചൊരു മതമില്ല, എല്ലാ മതങ്ങളിലും നിലകൊണ്ടിരുന്ന, എല്ലാ മതങ്ങളിലും വിശ്വസിച്ചിരുന്ന, ദേശാഭിമാന പ്രചോദിതാഹ ജനാഹ, ദേശാഭിമാനം കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടവരായ ആളുകൾ തത്ര ആസൻ അവിടെ ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയിലുണ്ടായിരുന്നു എന്നർത്ഥം. വൈദേശിക ശാസനം ഉന്മൂലയിതും, വൈദേശിക ശാസനത്തെ ഇല്ലാതാക്കുവാൻ, ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്, ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേര് മുകളിലേക്ക് എടുക്കുക, എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക, ഇല്ലാതെയാക്കുക എന്നർത്ഥം. അങ്ങനെയാണ് ആ വാക്കിൻ്റെ വ്യുൽപ്പത്തി, അതാണ്. അപ്പോൾ വൈദേശിക ശാസനം ഉന്മൂലയിതും, വിദേശികളുടെ ഭരണത്തെ ഇല്ലാതെയാക്കുവാൻ, നിയുക്തസ്യ നിയോഗിക്കപ്പെട്ട, രഹസ്യദളസ്യ അധ്യക്ഷോ അഭവത് വക്കം അബ്ദുൽ ഖാദർ, വിദേശികളുടെ ഭരണത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി രഹസ്യ സംഘങ്ങളെന്ന് പ്രവർത്തിച്ചിരുന്നു, ഒളി പോരാളികളായിട്ട്. അതിലൊരു സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു, നേതാവായിരുന്നു, പ്രസിഡൻ്റായിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ. ദളേസ്മിൻ, ഈ ഗ്രൂപ്പിൽ പഞ്ചസദസ്യാഹാസൻ, 5 പേരുണ്ടായിരുന്നു. അത് നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവി, പിന്നെ സത്യേന്ദ്ര ചന്ദ്ര ബർധൻ, അതുപോലെ ഭൗജ സിംഗ്, പിന്നെ അനന്തൻ നായർ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് 5 പേര്. ഒരാളുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. ഭാരതം പ്രേഷിതാഹ തേ, ഭാരതത്തിലേക്ക് പ്രേഷിതാഹ അയക്കപ്പെട്ടവരായ, എന്ന് വെച്ചാൽ പിന്നെ മലേഷ്യയിലും മറ്റും ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത നാടുകളിൽ ജോലി ചെയ്തിരുന്ന ഇവരെ 5 പേര് ഞങ്ങൾ INA-യിൽ ചേരുകയാണ്, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരുവാണെന്ന് പറഞ്ഞ് സ്വയം മുന്നോട്ട് വന്നപ്പോൾ നിങ്ങൾ പോയി ഭാരതത്തിൽ പ്രവർത്തിച്ചാൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ചെന്ന് പ്രവർത്തിച്ചാലേ ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അതാണ് പ്രേഷിതാഹത്തെ. യഥാ കേരള തീരം പ്രാപ്താഹ, എപ്പോഴാണോ കേരളത്തിൻ്റെ തീരത്തെത്തിയത്, അവിടെ 75-ാമത്തെ പേജിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, എത്തിയത്. തഥാ ബ്രിട്ടീഷ് സേനയാ ഗൃഹീതാഹ, അപ്പോൾ തന്നെ ബ്രിട്ടീഷ് സേനയാൽ ഗൃഹീതാഹ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ ബന്ധനസ്ഥരാക്കി. തദനന്തരം, അതിനുശേഷം, തേഭ്യഃ അവർക്ക് വധദണ്ഡഃ വിഹിതഃ, മരണശിക്ഷ വിധിച്ചു, മരണശിക്ഷ നൽകി. വധദണ്ഡഃ വിഹിതഃ, മരണശിക്ഷ വിധിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക. അനന്തൻ നായർ ഇതി മിത്രേണ സഹ,
അനന്തൻ നായർ എന്ന കൂട്ടുകാരനോടൊപ്പം തന്നെ അബ്ദുൾ ഖാദർ, നമ്മുടെ അബ്ദുൾ ഖാദർ മൗലവി മൃത്യുദാരുണി രോപയിത്വാഹതഹ, തൂക്കുമരത്തിൽ കയറ്റി കൊല്ലപ്പെട്ടു എന്നർത്ഥം. മൃത്യുദാരു തൂക്കുമരം, മൃത്യുദാരുണി രോപയിത്വ തൂക്കുമരത്തിലേറ്റി ഹതഹ കൊല്ലപ്പെട്ടു. അപ്പോൾ അനന്തൻ നായരും വക്കം അബ്ദുൾ ഖാദർ മൗലിയും അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് തൂക്കിലേറ്റിയത്. ധീരഹ അചഞ്ചലഹ, ധീരനും അചഞ്ചലനും, അതായത് ചാഞ്ചല്യമില്ലാത്തവൻ. ബ്രിട്ടീഷ് സൈന്യത്തെ കണ്ടപ്പോൾ പേടിച്ചോടിപ്പോകുന്നില്ല, ചഞ്ചലം ഒട്ടും ചാഞ്ചല്യമില്ലാതെ മനസ്ഥൈര്യത്തോടുകൂടി. നിർഭീകഹ, യാതൊരു ഭയമില്ലാതെ. സഹ, അദ്ദേഹം പ്രാണാൻ പരിത്യജന്നവി, പരിത്യജൻ അധികം അഭി എന്നാണ്. പ്രാണൻ വെടിയുമ്പോഴും വെടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ജിയാത് ഭാരതമാതാ, ഭാരതമാതാവ് ജയിക്കട്ടെ. നശ്യേത് ബ്രിട്ടീഷ് ശാസനം, ബ്രിട്ടീഷ് ശാസനം നശിക്കട്ടെ. ബ്രിട്ടീഷുകാരുടെ ഭരണം, ഇംഗ്ലീഷുകാരുടെ ഭരണം നശിക്കട്ടെ. ഇതി ഉദഘോഷയത്, എന്ന് ഉദ്ഘോഷിച്ചു, എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് തൂക്കുമരത്തിലേക്ക് കയറിയത് എന്നർത്ഥം. തിരുവനന്തപുരം ജില്ലായാം വക്കം ചിറയിൻകീഴ് പ്രദേശേ, തിരുവനന്തപുരം ജില്ലയിൽ വക്കം എന്ന സ്ഥലത്തിനടുത്തുള്ള ചിറയിൻകീഴിൽ, ഇനി സംഖ്യ കൊടുത്തിട്ടുണ്ട്, സപ്തദശോത്തര നവശതാധിക സഹസ്രതമേ, സപ്തദശ 17 നിങ്ങൾക്കറിയാം, ഉത്തര നവശതം 900, അധിക സഹസ്രം അപ്പോൾ 1917 എന്ന് കിട്ടും. അപ്പോൾ തിരുവനന്തപുരം ജില്ലായാം വക്കം ചിറയിൻകീഴ് പ്രദേശേ സപ്തദശോത്തര നവശതാധിക സഹസ്രതമേ വർഷേ മെയ് മാസസ്യ പഞ്ചവിംശതിതമേ ദിനാങ്കേ, മെയ് മാസം 5-ാം തീയതി ലബ്ധജന്മാസഹ, ജന്മം ലഭിച്ചവനായ അദ്ദേഹം ന കേവലം സ്വതന്ത്രതാ സംഗ്രാമേ നായക, സ്വാതന്ത്ര്യ സമര നായകൻ മാത്രമായിരുന്നില്ല, അപേക്ഷ കലാകായിക മണ്ഡലേ പ്രഗത്ഭ ആസീത്, കായിക കലയും കായികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. കലാപരമായ കാര്യങ്ങളിലും പിന്നെ കായികമായിട്ടുള്ള അഭ്യാസമുറകളിലും ഒക്കെ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു എന്നർത്ഥം. സ്വജീവിതേന, സ്വന്തം ജീവിതം കൊണ്ട്, അനേകേഭ്യ വീരപുരുഷേഭ്യ, അനേകം വീരപുരുഷന്മാർക്ക് സമരോർജം പ്രദായ, സമരം ചെയ്യുവാനുള്ള ഊർജം നൽകിയിട്ട്, പ്രദായ ദാനം ചെയ്തിട്ട്, നൽകിയിട്ട് എന്നൊക്കെയാണ് അർത്ഥം. സഹ 43 നവശതാധിക സഹസ്രതമേ വർഷേ, 43 43 നവശതം 900 അധിക സഹസ്രം അപ്പോൾ 1943. അപ്പോൾ 43 നവശതോത്തര സഹസ്രതമേ വർഷേ സെപ്റ്റംബർ മാസസ്യ 10തമേ ദിനാങ്കേ, സെപ്റ്റംബർ മാസം 10-ാം തീയതി 1943 സെപ്റ്റംബർ മാസം 10-ാം തീയതി സർവേഷാം സ്മൃതിമണ്ഡലേ, എല്ലാവരുടെയും ഓർമ്മയിൽ രാരാജ്യമാനം രക്തതാരകം, അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചുവപ്പ് നക്ഷത്രമായി തീർന്നു. 26 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെയാണ്. ഭഗത് സിംഗ് 30-ാമത്തെ വയസ്സിലാണ് കൊല്ലപ്പെട്ടത്, ബ്രിട്ടീഷ് സേനയാൽ കൊല്ലപ്പെട്ടത്. സർവേ, അപ്പോൾ നമ്മുടെ അബ്ദുൾ ഖാദർ മൗലവി എത്ര ധൈര്യശാലിയായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജീവൻ നഷ്ടത്തിലാവുമെന്ന് മനസ്സിലാകുമ്പോൾ എല്ലാവരും അവനവൻ്റെ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് രക്ഷപ്പെടാൻ നോക്കുക ചെയ്യുക. ഇവിടെ അദ്ദേഹം രക്ഷപ്പെടാൻ നോക്കിയില്ല. അദ്ദേഹത്തെ തൂക്കിലേറ്റി കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴും അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ജിയാദ് ഭാരതമാതാ നശ്യേത് ബ്രിട്ടീഷ് ശാസനം എന്ന്. ശാസനം എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ് അർത്ഥം. അങ്ങനെ 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമായി മാറി, രക്തതാരകമായി തീർന്നത് എന്ന് പറഞ്ഞാൽ 26-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടു എന്നർത്ഥം. സർവേ ഭാരതീയാഹ, എല്ലാ ഭാരതീയരും തം ധീരദേശാഭിമാന്യം, ആ ധീരദേശാഭിമാനിയെ ആവേശപൂർവം, ആവേശത്തോടെ കേരള ഭഗത് സിംഹ ഇതി നാംന അദ്യാവിസ്മരന്തി, കേരളത്തിലെ ഭഗത് സിംഗ് എന്ന പേരിൽ ഇന്നും ഓർക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഭഗത് സിംഗിനെ കൊന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ആ പ്രതാപ സമയത്താണ്, അവരുടെ ക്യാബിനറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലഘുലേഖകൾ അടിച്ചിറക്കി ആ ഹാളിലേക്ക് വിതറുകയൊക്കെയാണ് ചെയ്തത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ പിടിച്ചതും തൂക്കിലേറ്റിയതും ഒക്കെ. അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ഒരു ധ്രുവനക്ഷത്രം, ഒരു രക്തതാരകമായിട്ടാണ് ഇന്നും എല്ലാവരുടെയും ഓർമ്മയിൽ വക്കം അബ്ദുൾ ഖാദർ മൗലവി നിലകൊള്ളുന്നതെന്നർത്ഥം.
ഇനി അതിൻ്റെ പദച്ഛേദത്തിലേക്ക് കിടക്കാം. അചിരാദേവ, അചിരാത്ത് അധികം ഏവ, അപ്പൊ തകാരം ദകാരമായി മാറി. ദളേസ്മിൻ, ദളേ അധികം അസ്മിൻ. പ്രത്യേകം ഓർക്കേണ്ടതാണ്, ഈ എസ് പോലുള്ള ചിഹ്നം, പ്രശ്ലേഷ ചിഹ്നം അല്ലെങ്കിൽ അവഗ്രഹ ചിഹ്നം എന്നൊക്കെ പറയും. ആ ചിഹ്നത്തിന് മുമ്പ് ഏകാരം ഉണ്ടെങ്കിൽ ആ ഏകാരം അങ്ങനെ നിൽക്കും. ഇനി ഓകാരമാണെങ്കിൽ ആ ഓകാരം വിസർഗം. അതുപോലത്തെ സന്ധി നിങ്ങൾ ഒരു കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പഠിക്കുന്നതാണ്. ഇനി കുറുവന്നാസീത്, കുറുവൻ അധികം ആസീത്, നകാര ഇരട്ടിക്കാണ് ചെയ്തത്, കുറുവന്നാസീത്. ഇനി അധ്യക്ഷോ അഭവത്, അധ്യക്ഷോ അഭവത്, അധ്യക്ഷാധികം അഭവത്, അവിടെ ഓകാര വിസർഗമായി. പരിത്യജൻ അഭി, പരിത്യജൻ അധികം അഭി. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം അങ്ങനത്തെ പഠിച്ചു, കുറുവന്നാസീത്, പരിത്യജൻ അഭി എന്നുള്ളത്. അതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് നന്നായി പഠിച്ചോളുക. ഇനി വിഗ്രഹം. സ്വസുഹൃതം, സ്വസ്യ സുഹൃത്ത് സ്വസുഹൃത് തം സ്വസുഹൃതം. വൈദേശിക ശാസനം, വിദേശേ ഭവഃ വൈദേശിക തേഷാം ശാസനം വൈദേശിക ശാസനം. വിദേശത്ത് ജനിച്ചവൻ വൈദേശികൻ, അവരുടെ ഭരണമാണ് വൈദേശിക ശാസനം. ഇനി നമുക്ക് സൂചനാനുസാരം വർഷാണാം സംഖ്യാം ലിഖതു, സൂചന അനുസരിച്ച് വർഷങ്ങളുടെ സംഖ്യ എഴുതുക എന്നാണ്. അവിടെ സംഖ്യ എന്നല്ല, വർഷങ്ങൾ സംസ്കൃത ലിപിയിൽ എഴുതാനാണ്. സംഖ്യ വെറുതെ സംഖ്യ എഴുതാനല്ലോ, സംഖ്യ സംസ്കൃത ലിപിയിൽ എഴുതാനാണ്. അതിലൊരെണ്ണം കൊടുത്തിട്ടുണ്ട് 1917, സപ്തദശാധിക നവശതോത്തര സഹസ്രം. നമ്മൾ പഠിച്ച ഭാഗമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ച വർഷമാണത്. ഇനി 1914 14 ചതുർദശയാണ്. ചതുർദശാധിക നവശതോത്തര സഹസ്രം എന്നാണ് അത് പറയുക. ചതുർദശാധിക നവശതോത്തര സഹസ്രം. ഇനി 1810 ദശാധിക അഷ്ടശതോത്തര സഹസ്രം. ദശ 10 അധിക അഷ്ടശത 800, അപ്പോൾ 810 ഉത്തര സഹസ്രം കൂടെ ആകുമ്പോൾ അപ്പോൾ എങ്ങനെ പറയും? ദശാധിക അഷ്ടശതോത്തര സഹസ്രം. ഇനി മൂന്നാമത്തേത് 2003 എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. ത്രയാധിക ദ്വിസഹസ്രം. 3 കഴിഞ്ഞ് പിന്നെ ഒരു 2000, അപ്പോൾ 2003. ത്രയാധിക ദ്വിസഹസ്രം. ഇനി 2024 ചതുർവിംശത്യധിക ദ്വിസഹസ്രം. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ എഴുതി വയ്ക്കുകയോ ചെയ്തിട്ട് പഠിക്കണം. ഇനി ന കേവലം അബീജ ഉപയുജ്യ വാക്യം പരിവർത്തയതു. രാജീവഃ ഗായകഃ ഭവതി, രാജീവഃ നർത്തകഃ ഭവതി. രാജീവഃ ന കേവലം ഗായകഃ അപി ച നർത്തകഃ ഭവതി. അതുപോലെ ആഗ്നസ് വിദ്യാലയം ഗമിഷ്യതി, ആഗ്നസ് ഗ്രന്ഥശാലാം ഗമിഷ്യതി. എങ്ങനെ എഴുതാം? ആഗ്നസ് ന കേവലം വിദ്യാലയം ഗമിഷ്യതി അപിച ഗ്രന്ഥശാലാം ഗമിഷ്യതി. അവിടെ 2 പ്രാവശ്യം ഗമിഷ്യതി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഗ്നസ് ന കേവലം വിദ്യാലയം അപിച ഗ്രന്ഥശാലാം ഗമിഷ്യതി എന്ന് മാത്രം മതി. ഇനി അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമര സേനാനി ആസീത്, അബ്ദുൽ ഖാദർ ദേശാഭിമാനി ആസീത്. അബ്ദുൽ ഖാദർ ന കേവലം സ്വാതന്ത്ര്യ സമര സേനാനി അപിച ദേശാഭിമാനി ആസീത് എന്നെഴുതണം. പിന്നെ ഉദാഹരണാനുസാരം മുദ്രാവാക്യാനി രചയതു. ജീയാതു മാനവമൈത്രി, മാനവമൈത്രി ജയിക്കട്ടെ. 2 കൂടെ ഞാൻ പറയാം. ജയതു ഭാരതം. പിന്നെ മൂന്നാമത്തേത് ജയതു സംസ്കൃതം. പിന്നെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. അതും മുദ്രാവാക്യം തന്നെയാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. അത് ഉപനിഷത്തിൽ ഉള്ളതാണ്. നമ്മുടെ ഇദ്ദേഹം വിവേകാനന്ദ സ്വാമികൾ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത് ആ ഉപനിഷത് വാക്യം പറഞ്ഞിട്ടാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. ഇനിയും കുറച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പിന്നെ അനുബന്ധം പഠിത്വ സൂചനാഹ ഉപയുജ്യ ജീവനരേഖാം ലിഖതു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനുബന്ധം ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത പേജിൽ 78ാമത്തെ പേജിൽ സംസ്കൃത പ്രണയഭാജനം PT കുര്യാക്കോസ്. PT കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു സ്ഥാനം കിട്ടിയതാണ്
ഒരു അവാർഡ് പോലെ ഒരു പുരസ്കാരം കിട്ടിയതാണ് സംസ്കൃത പ്രണയഭാജനം എന്നുള്ള ആ പേര്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗുരുവായൂർ സാഹിത്യ ദീപിക നാമ സംസ്കൃത വിദ്യാപീഠസ്യ സ്ഥാപകഃ ഭവതി പ്രൊഫസർ പി ടി കുര്യാക്കോസ് മഹാഭാഗഃ. ഗുരുവായൂർ സാഹിത്യ ദീപിക എന്ന് പറയുന്ന സംസ്കൃത വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകനാണ് പ്രൊഫസർ പി ടി കുര്യാക്കോസ് മഹാശയൻ. സഹ 1889 എന്നാണ്. 89 എങ്ങനെയാ വായിക്കുക? 80 അശീതിയാണ്. അപ്പം നവാശീത്യധിക അഷ്ടശതോത്തര സഹസ്രതമേ വർഷേ ആഗസ്റ്റ് മാസസ്യ ഷഷ്ടദിനാങ്കേ തൃശ്ശൂർ ജില്ലായാം ഒരുമനിയൂർ പ്രദേശേ ജനിമലഭത. പി ടി കുര്യാക്കോസ് എന്ന് പറയുന്ന അദ്ദേഹം 1889 ആഗസ്റ്റ് മാസം 6-ാം തീയതി തൃശ്ശൂർ ജില്ലയിലെ ഒരുമനയൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. തസ്യ പിതരൗ താരുഹു ഏല്യാച്ച ആസ്താം. അദ്ദേഹത്തിൻ്റെ പിതൃക്കൾ, അതായത് അച്ഛനും അമ്മയും, അച്ഛൻ താരു, അമ്മ ഏല്യാച്ച ആസ്താം. ആസ്താം എന്നുള്ളത് ആസീത് കഴിഞ്ഞിട്ടുള്ള ദ്വിവചന ക്രിയയാണ്. ആസീത്, ആസ്താം, ആസൻ. അച്ഛനും അമ്മയും രണ്ടുപേരായതുകൊണ്ട് ക്രിയാപദം ദ്വിവചനത്തിൽ വന്നു. സഖ ബാല്യേവ, അദ്ദേഹം ബാല്യത്തിൽ തന്നെ സംസ്കൃത പഠനം ആരംഭിച്ചു. വാഗ്ഭടാനന്ദ പുന്നശ്ശേരി നീലകണ്ഠശർമ്മ ച തസ്യ ഗുരുപ്രമുഖൗ ആസ്താം. വാഗ്ഭടാനന്ദനും പുന്നശ്ശേരി നീലകണ്ഠശർമ്മയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. ഈ പുന്നശ്ശേരി നീലകണ്ഠശർമ്മയെക്കുറിച്ചൊരു പാഠം തന്നെ പഠിക്കാനുണ്ടായിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലോ മറ്റോ ഉണ്ടായിരുന്നു. അദ്ദേഹം പട്ടാമ്പിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ഈ പുന്നശ്ശേരി നീലകണ്ഠശർമ്മയാണ്. അന്ന് അദ്ദേഹം കോളേജായിട്ടല്ല സ്ഥാപിച്ചത്, ഒരു സ്കൂളായിട്ടാണ് തുടങ്ങിയത്. പിന്നെ ജാതിമത വ്യത്യാസം കൂടാതെ സംസ്കൃതം പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ പോയി പ്രവർത്തിക്കുകയും ഒരുപാട് പേര് അധകൃതരെന്ന് പറഞ്ഞ് ആളുകൾ തള്ളിക്കളഞ്ഞിരുന്ന ആളുകളെയൊക്കെ വിളിച്ച് സംസ്കൃതം പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മഹാശയനാണ് പുന്നശ്ശേരി നീലകണ്ഠശർമ്മ. ഈ നീലകണ്ഠശർമ്മയുടെ പേരിൽ ആ സ്ഥാപനം കോളേജായി മാറി. അപ്പോൾ പട്ടാമ്പിയിൽ ഇപ്പോഴുള്ള ഗവൺമെൻറ് സംസ്കൃത കോളേജ് പട്ടാമ്പി എന്ന് പറയുമെങ്കിലും ആ കോളേജിൻ്റെ പേര് നീലകണ്ഠശർമ്മയുടെ പേരിലാണ്. ഓക്കെ, അപ്പോൾ അത്രമാത്രം പണ്ഡിതനായിരുന്ന ആളാണ് നീലകണ്ഠശർമ്മ. വാഗ്ഭടാനന്ദനും അതെ, അദ്ദേഹവും വളരെയേറെ പണ്ഡിതനായി, വളരെ പ്രശസ്തനായൊരു പണ്ഡിതനായിരുന്നു. ഇനി 1909 നവാധിക നവശതോത്തര സഹസ്രതമേ വർഷേ 1909 ആണ്ടിൽ കുര്യാക്കോസ് സ്വഗൃഹസ്യ പ്രകോഷ്ഠാൻ ധർമ്മഭേദം വിനാ സർവേഭ്യ സംസ്കൃത പഠനാർത്ഥം പ്രദദൗ. 1909 അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സായിട്ടുള്ളൂ. 20 വയസ്സായപ്പോഴത്തേക്കും സ്വഗൃഹസ്യ പ്രകോഷ്ഠാൻ, തൻ്റെ വീടിൻ്റെ മുറികൾ ധർമ്മഭേദം വിനാ മതവ്യത്യാസമൊന്നും കൂടാതെ, ജാതി ഒന്നും നോക്കാതെ, സർവേഭ്യ സംസ്കൃത പഠനാർത്ഥം പ്രദദൗ, തൻ്റെ വീട് തന്നെ അദ്ദേഹം വിട്ടുകൊടുത്തു എല്ലാവർക്കും സംസ്കൃതം പഠിക്കാനായിട്ട്. തതഹ, അതിനുശേഷം സ്വകീയം സർവമപി, തനിക്കുള്ളതെല്ലാം, സമ്പത്ത് മുഴുവനും സംസ്കൃത വിദ്യാപീഠസ്യ കൃതേ സമാർപ്പയത്, ആ സംസ്കൃത വിദ്യാപീഠത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇനി 1913 ത്രയോദശാധിക നവശതോത്തര സഹസ്രതമേ വർഷേ 1913 സംസ്കൃത വിദ്യാപീഠസ്യ കൃതേ, ഈ സംസ്കൃത വിദ്യാപീഠത്തിന്, സാഹിത്യ ദീപിക എന്ന് പറഞ്ഞ് ഗുരുവായൂരിൽ ആരംഭിച്ച സംസ്കൃത വിദ്യാപീഠത്തിന് മദ്രാസ് സർവകലാശാലായ അംഗീകാരഃ ലബ്ധഃ, മദ്രാസ് സർവകലാശാലയുടെ അംഗീകാരം ലഭിച്ചു. ഇനി 1979 നവസപ്തതിയാണ് 79. നവസപ്തത്യുത്തര നവശതാധിക സഹസ്രതമേ വർഷേ 1979 കേന്ദ്ര സർവകാരേണ, കേന്ദ്ര സർക്കാർ വിദ്യാപീഠം സ്വീകൃത്യ, വിദ്യാപീഠം ഏറ്റെടുത്തു. ഗുരുവായൂർ കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം ഇതി നാമപ്രദത്വം, ഗുരുവായൂർ സംസ്കൃത വിദ്യാപീഠം എന്ന പേരും കൊടുത്തു. പുറനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഗുരുവായൂരിൻ്റെ തൊട്ടടുത്ത് പുറനാട്ടുകരയിലാണ് ഇപ്പോൾ സംസ്കൃത വിദ്യാപീഠം, കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവിടെ സംസ്കൃതത്തിൻ്റെ കോഴ്സുകളാണ്. പ്രാക്ശാസ്ത്രി, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പഠിക്കുന്നതിന് പകരം അവിടെ പഠിക്കാൻ ചെന്നാൽ ആ കോഴ്സിൻ്റെ പേര് പ്രാക്ശാസ്ത്രി. അത് കഴിഞ്ഞാൽ BA, BAക്ക് പകരം പറയുന്ന പേര് ശാസ്ത്രി. അതിനുശേഷം
MA പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ആചാര്യ. അതിനുശേഷം BEd പഠിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷാശാസ്ത്രി. ഇങ്ങനെയുള്ള 4 കോഴ്സുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഈ വിദ്യാപീഠം ഏറ്റെടുത്തിട്ട് അതിനെ കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം എന്ന പേര് നൽകിയത്. നാമപ്രദത്തം, പ്രദത്തം എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടു, കേന്ദ്ര സർവകാരേണ. ഇനി 1923 ത്രയോവിംശത്യുത്തര-900-സഹസ്രതമേ വർഷേ 1923 സംസ്കൃത പ്രണയഭാജനമിതി പുരസ്കാരേണ സമാദൃത. സംസ്കൃത പ്രണയഭാജനം എന്നൊരു പുരസ്കാരം അദ്ദേഹത്തിന്, സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി. സമാദൃത, ആദരിക്കപ്പെട്ടവനായി കുര്യാക്കോസ് മഹാഭാഗ. അങ്ങനെയുള്ള കുര്യാക്കോസ് മഹാശയൻ സംസ്കൃത ഭാഷായൈ, സംസ്കൃത ഭാഷയ്ക്കായിക്കൊണ്ട് അമൂല്യം യോഗദാനം പ്രദായ, അമൂല്യമായ സംഭാവന നൽകിയിട്ട്. യോഗദാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനുമായി തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിനാണ് യോഗദാനം എന്ന് പറയുന്നത്. യോഗദാനം ചെയ്തിട്ട് 3,900-സഹസ്രതമേ വർഷേ 1973 ഫെബ്രുവരി മാസം 23-തമേ ദിനാങ്കേ 23 ദിവംഗതഃ ഭൂത്, ദിവംഗതനായി, സ്വർഗത്തിലേക്ക് പോയി, മരിച്ചുപോയി എന്നർത്ഥം. അപ്പോൾ ഈ അനുബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം മുമ്പത്തെ പേജിൽ ജന്മ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. അവിടെ നാമ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, അവിടെ നാമ എന്ന് കൊടുക്കേണ്ടതാണ്. നാമ എന്ന് എഴുതിയിട്ട് TT കുര്യാക്കോസ് എന്ന് കൊടുക്കണം. പിന്നെ ജന്മ, ജനിച്ചത് എവിടെയാണ് ജനിച്ചത്, പിന്നെ ജനിച്ച വർഷം എഴുതണം. 1889 ഓഗസ്റ്റ് മാസസ്യ ഷഷ്ടദിനാങ്കേ എന്ന്, തൃശ്ശൂർ ജില്ലായ ഒരുമനയൂർ പ്രദേശേ എന്ന് അത്രയും കൊടുക്കണം അവിടെ. ഇനി ഗുരുപ്രമുഖവും, അദ്ദേഹത്തിൻ്റെ ഗുരുപ്രമുഖന്മാർ വാഗ്ഭടാനന്ദ, പൊന്നശ്ശേരി നീലകണ്ഠ ശർമാച. ഇനി പ്രസിദ്ധി, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി? അദ്ദേഹം സ്വകീയം സർവമപി സംസ്കൃത വിദ്യാപീഠസ്യ കൃതേ സമർപ്പയത്. അങ്ങനെയാണ് അദ്ദേഹം പ്രശസ്തനായത്. പുരസ്കാരഃ, അവിടെ എന്താണ് എഴുതേണ്ടത്? സംസ്കൃത പ്രണയഭാജനം. ഇനി മൃത്യു, മരണം 1973 എഴുതണം. ഫെബ്രുവരി മാസസ്യ 23-തമേ ദിനാങ്കേ ദിവംഗതഃ ഭൂത്. അതങ്ങനെ തന്നെ പുസ്തകത്തിലുള്ള പോലെ എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഒരെണ്ണം കൂട്ടിച്ചേർക്കാനുണ്ട്, നാമ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കാനുണ്ട്. അതിവിടെ അവർ പറയാൻ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ നാമാന്നും കൂടെ വേണം ആദ്യം, ജന്മ എന്നുള്ളതിന് മുമ്പ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം എഴുതി ചേർക്കുക. ഇനി ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയിതും ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. പൂർവം ഹസ്തപ്രക്ഷാളനം കരണീയം, മുമ്പേ തന്നെ കൈ കഴുകിയിരിക്കണം, കൈ കഴുകൽ ചെയ്യേണ്ടതാണ്. എന്തിനു മുമ്പെയാണ്? ഭോജനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഭോജനാത് പൂർവം, ഭക്ഷണത്തിന് മുൻപ് ഹസ്തപ്രക്ഷാളനം കരണീയം, കൈ കഴുകേണ്ടതാണ്. അപ്പോൾ പൂർവം എന്നുള്ള വാക്ക് വന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പദം പഞ്ചമി വിഭക്തിയിൽ വേണം. ഇപ്പോൾ പൂർവം പാഠാഹപ്പടിതാഹ, മുമ്പേ തന്നെ പാഠം പഠിച്ചിരിക്കണം. സ്വാപഹ എന്ന് കൊടുത്തിട്ടുണ്ട്, ഉറക്കം എന്നാണ് അർത്ഥം. അപ്പം സ്വാപാത് പൂർവം പാഠാഹ പഠിതവ്യാഹ, ഉറങ്ങുന്നതിന് മുമ്പ് പാഠങ്ങൾ പഠിച്ചിരിക്കണം, പഠിക്കേണ്ടതാണ്. പഠിതവ്യാഹ എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പഠിച്ചിരിക്കണം എന്നാണ് അർത്ഥം. ഇനി പൂർവം വിദ്യാലയ പ്രാപ്തവ്യ, മുമ്പേ വിദ്യാലയത്തിൽ എത്തിയിരിക്കണം, പ്രാപ്തവ്യ എത്തിയിരിക്കണം. ദശവാദനം കൊടുത്തിട്ടുണ്ട്. അപ്പം ദശവാദനാത് പൂർവം വിദ്യാലയ പ്രാപ്തവ്യ, 10 മണിക്ക് മുമ്പേ വിദ്യാലയത്തിൽ എത്തിയിരിക്കണം. ഇത് പണ്ടത്തെ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ 10 മണിക്കൊന്നും അല്ല ക്ലാസ് തുടങ്ങുന്നു, 8:30 മുതൽ ക്ലാസ് തുടങ്ങുന്ന വിദ്യാലയങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് 9:45 ഫസ്റ്റ് ബെല്ലടിച്ച് 10 മണിക്കായിരുന്നു ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, എന്നാലും 10 മണിക്ക് എത്തണമെന്നല്ല പറയേണ്ടത്. ഓക്കെ, ആയിക്കോട്ടെ, പുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ. ദശവാദനാത് പൂർവം വിദ്യാലയ പ്രാപ്തവ്യ, അവിടെയും പഞ്ചമി.
ഇനി പൂർവം കാര്യാണി കരണീയാനി, മുമ്പേ തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഗമനം കൊടുത്തിട്ടുണ്ട്. ഗമനാത് പൂർവം കാര്യാണി കരണീയാനി, പോകുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. പൂർവം ലിഖിതഃ ലേഖഃ ഭവതി, മുൻപേ എഴുതിയ കത്താണ്. ഇതിനു മുമ്പേ മരണം. അപ്പം മരണാത് പൂർവം ലിഖിതഃ ലേഖഃ ഭവതി. ഇനി പൂർവം ദിവാരം ചിന്തനീയം, മുമ്പേ തന്നെ 2 പ്രാവശ്യം ചിന്തിച്ചിരിക്കണം. ഭാഷണം കൊടുത്തിട്ടുണ്ട്. ഭാഷണാത് പൂർവം ദിവാരം ചിന്തനീയം, സംസാരിക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കണം. പൂർവമിതി പദസ്യ യോഗേ പഞ്ചമി വിഭക്തി, പൂർവം എന്ന പദം പ്രയോഗിക്കേണ്ടത് എപ്പോഴും പഞ്ചമി വിഭക്തിയുടെ കൂടെയാണ്. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഇപ്പോൾ സേന എന്ന ശബ്ദത്തിൻ്റെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. സേന, സേനേ, സേനാഹ. ഹേ സേനേ, ഹേ സേനേ, ഹേ സേനാഹ. സേനാം, സേനേ, സേനാഹ. സേനയാ, സേനാഭ്യാം, സേനാഭിः. സേനായൈ, സേനാഭ്യാം, സേനാഭ്യഃ. സേനായാः, സേനാഭ്യാം, സേനാഭ്യഃ. സേനായാः, സേനയോः. സേനാനാം, സേനായാം, സേനയോः, സേനാസു. ഇത് സ്ത്രീലിംഗ ശബ്ദം. അതിൻ്റെ അർത്ഥം പ്രഥമ വിഭക്തിക്ക് കേൾക്കുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ദ്വിതീയയ്ക്ക് അതിലേക്ക്, ദ്വിതീയയ്ക്ക് അതിനെ എന്നർത്ഥമുണ്ട്. സേനാം എന്ന് പറയുമ്പോൾ സേനയെ. ഇനി അതിലേക്കെന്നും ദ്വിതീയയ്ക്ക് അർത്ഥമായി വരും. അതിനോടൊന്നും അതിലേക്കെന്നും ചില സ്ഥലത്ത് ദ്വിതീയയ്ക്ക് അർത്ഥം വരാറുണ്ട്. തൃതീയയ്ക്കാണെങ്കിൽ അതിനാൽ. അങ്ങനെ വിഭക്തിയുടെ അർത്ഥങ്ങൾ മുന്നേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി സദസ്യാഹ എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. പ്രാഗ്വംശഃ, പിന്നെ പ്രാഗ്ഹവിർ ഗേഹാത് സദസ്യ വിധിദർശിനഃ, അവിടെ വിധിദർശിനഃ. ഇനി സഭാസദഃ, സഭാസ്താരാഹ, സഭ്യാഹ, സാമാജികാഹ. അതിൽ എളുപ്പമുള്ള 3 ഞാൻ പറഞ്ഞുതരാം. സഭാസദഃ എന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം, സഭ്യാഹ എന്നുള്ളത് പഠിച്ചു വയ്ക്കാം, സാമാജികാഹ എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. അതിന് മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് ഉച്ചരിക്കാനും കാണാതെ പഠിക്കാനും അത്ര എളുപ്പമല്ല. ഇനി സേന, അതിൻ്റെ എല്ലാ പര്യായ പദങ്ങളും കാണാതെ പഠിക്കേണ്ടതുണ്ട്. ധ്വജിനി സേന എന്നാണ്. വാഹിനി സേനയാണ്, സേന. പിന്നെ പ്രധന സേനയാണ്. അനീകിനി സേനയാണ്. ചമൂഹു, ഇതിൽ ചമൂഹു എന്നുള്ളതും വാഹിനി എന്നുള്ളതും ധ്വജിനി എന്നുള്ളതും നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. പ്രധാനയും പഠിച്ചു വയ്ക്കാവുന്നുള്ളൂ. അനീകിനി ആവാം. അത് 2 വിട്ട് കളഞ്ഞാലും ചമൂഹു, സേന, വാഹിനി, ധ്വജിനി, ഇത് 4 പഠിച്ചു വയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് ശബ്ദകോശത്തിൽ അചിരാത്, അവിളംബം, വൈകാതെ. ഇവിടെ ആങ്കര ഇൻ നോ ടൈം എന്ന് വെച്ചാൽ ഒട്ടും സമയം കളയാനില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നുള്ള അർത്ഥമാണ്. അധികാരഹ, പ്രാധികാരഹ. അധികാരം എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ്. ഉദ്യോഗ ജോലിയാണ്. ഉദ്യോഗ എന്നുള്ളതിന് ശരിക്കും പരിശ്രമ എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഇവിടെ ജോലി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉന്നീതവന്തഹ, ഉന്നീതവതഹ, ഉന്നയിച്ചവൻ്റെ, പ്രഘോഷിച്ചവൻ്റെ. ഉന്മൂലയിതും നാശയിതും, നശിപ്പിക്കുവാൻ. ഉഭയതഹ, പാർശ്വദ്വയാത്, ഇരുവശത്തും. കാൽപ്പനികയും സാങ്കല്പികമായ ഘടനാ സംഭവം. ഛായാഗ്രാഹിണി ക്യാമറ. ദരീദൃശ്യത, പുനഃപുനഃ ദൃശ്യത, വീണ്ടും വീണ്ടും കാണപ്പെടുന്നു. നിർദ്ദേശക സംവിധായകൻ. നിധനം ഹനനം, വധം. നിഷിദ്ധ തടയപ്പെട്ടത്. ത്യക്ത്വ പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട്. ദളം സംഘ കൂട്ടം, ഗ്രൂപ്പ്. ദണ്ഡ ദണ്ഡനം ശിക്ഷ. നിർഭീക ഭയരഹിത. പുരത അഗ്രത മുൻപിൽ. പ്രകോഷ്ഠ കക്ഷ മുറി. പ്രത്യുത കിന്തു നേരെമറിച്ച് എന്നൊക്കെ പറയുന്നത്. പ്രത്യുത്തരം പ്രതിവചനം മറുപടി. പ്രദായ ദത്വ. ഭാതി ശോഭതേ. രാരാജ്യമാനം പ്രശോഭമാനം ജ്വലിക്കുന്ന വിട്ടുതിളങ്ങുന്ന. ലബ്ധജന്മ ജന്മപ്രാപ്തവാൻ ജന്മം ലഭിച്ചവൻ. വൃഷഭശകടം വൃഷഭയാനം കാളവണ്ടി. വൈവിധ്യം അതായത് വ്യത്യസ്തതയോടുകൂടിയുള്ളത്, വിവിധമായിട്ടുള്ളത്. ശാസന സംവിധാനം ഭരണഘടന. സമാഹ തുല്യാഹ സമേ സർവേ സമ്പ്രതി ഇദാനീം. സമാധികാരഃ തുല്യാധികാരഃ. സാക്ഷാത്കാര പ്രകോഷ്ഠ അഭിമുഖത്തിനുള്ള മുറി. സാക്ഷാത്കാരഃ എന്നുള്ളത് അഭിമുഖം എന്ന് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രക്ഷേപണം ചെയ്യുന്നതും സാക്ഷാത്കാരം തന്നെയാണല്ലോ. അതും വേണമെങ്കിൽ പ്രക്ഷേപണത്തിനുള്ള മുറി എന്നും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക.
എഴുതി അയച്ചു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതി അയച്ചു തരണമെന്ന് നിർബന്ധമായിട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ആ സംഖ്യ എങ്ങാനും എഴുതാൻ അറിയില്ല എന്ന് തോന്നിയാൽ ആവശ്യക്കാർ വിളിച്ച് ചോദിച്ചാൽ എഴുതി അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട്, ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. 1914 ചതുർദശാധിക നവശതോത്തര സഹസ്രം. ചതുർദശാധിക നവശതോത്തര സഹസ്രം. 1810 ദശാധിക അഷ്ടശതോത്തര സഹസ്രം. ഇനി 2003 ത്രയാധിക ദ്വിസഹസ്രം. 2024 ചതുർവിംശത്യധിക ദ്വിസഹസ്രം. ഇങ്ങനെ കേട്ടിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അത് ജിയാദ് മാനവ മൈത്രി പോലെ മറ്റൊന്നാണ്. ജയതു ഭാരതം ഒന്ന്, ജയതു സംസ്കൃതം വേറൊന്ന്, പിന്നെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നുള്ളത് വേറൊന്ന്. പിന്നെയും ധാരാളം ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക. കുറച്ചൊക്കെ നിങ്ങൾ സ്വയം കണ്ടെത്തുക കൂടെ വേണമല്ലോ. അതാണല്ലോ ശരിയായ കാര്യം. അതാണ് പഠന പ്രക്രിയ എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ അധ്യാപകരിന്ന് പഠിക്കുക, കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഗ്രൂപ്പ് ചേർന്ന് ആലോചിച്ച് കണ്ടെത്തുക, പിന്നെ കുറച്ച് കാര്യങ്ങൾ കാലക്രമത്തിൽ പഠിക്കും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച അത്രയും ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഈ പാഠവും കൂടി നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അടുത്ത 2 പാഠങ്ങൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് പഠിക്കേണ്ടതാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അത് ക്രിസ്മസ് പരീക്ഷ കഴിയുന്നത് വരെ കാത്തിരിക്കുന്നൊന്നുമില്ല. അതിനു മുമ്പ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിച്ചോളുക, നല്ല മാർക്ക് വാങ്ങിക്കൊള്ളുക. പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പാഠം ഇടുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ആരും മടി വിചാരിക്കേണ്ട. ഇതിനിടയ്ക്ക് പല കുട്ടികളും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞാൻ മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, എല്ലാവരും മിടുക്കരായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച്. ഇപ്പോൾ എല്ലാവർക്കും മിഡ് ടേം പരീക്ഷയൊക്കെ നടക്കുന്ന കാലമാണ്. മിഡ് ടേം പരീക്ഷ ചിലർക്കൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും. മിഡ് ടേം പരീക്ഷ വരാൻ പോകുന്നവരുമുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. സംശയമുള്ളത് വിളിച്ചു ചോദിക്കുക. ഓക്കെ.